കോൺഗ്രസിന്റെ സംഘടനാ ചുമതലകളിൽ മാറ്റം. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകി എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. താരിഖ് അൻവറിന് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ദീപാദാസ് മുൻഷിക്കാണ് കേരളത്തിന്റെ ചുമതല. ഉത്തർപ്രദേശിലെ ചുമതലയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ ഒഴിവാക്കിയിട്ടുണ്ട്. KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയും ചെയ്യും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, ചെന്നിത്തലയുടെ പുതിയ ചുമതലയടക്കം മാറ്റങ്ങൾ എങ്ങനെയാണ് RK? റിജിത്ത്, ദേശീയ തലത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു പുതിയ ഊർജത്തോടുകൂടി വേണം എന്ന ഒരു തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റായ്ഗഡ് പ്ലീനറി സമ്മേളനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയത്. അത് പ്രകാരമാണ് ഈ പുനഃസംഘടന തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ജനറൽ സെക്രട്ടറിമാരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പേരുകൾ ഇങ്ങനെയാണ്: മുകുൾ വാസ്നിക്, പ്രിയങ്ക ഗാന്ധി, ജിതേന്ദ്ര സിംഗ്, രൺദീപ് സിംഗ് സുർജേവാല, ദീപക് ബാബറിയ, സച്ചിൻ പൈലറ്റ്, അവിനാഷ് പാണ്ഡെ, കുമാരി ശെൽജ, JA മിർ, ദീപാദാസ് മുൻഷി, ജയ്റാം രമേശ്, KC വേണുഗോപാൽ. നമ്മൾ ഈ 12 പേരുകളും പരിഗണിച്ചാൽ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയുമായി അടുപ്പം പുലർത്തുന്ന ആളുകളാണ് ഈ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് KC വേണുഗോപാൽ രണ്ടാമത് ഒരു തവണ കൂടി തുടരുന്നു എന്നതാണ് ഈ ഇപ്പോൾ പുറത്തു വന്ന ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തത്, മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയിൽ ജയറാം രമേശും തുടരുമെന്ന് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി പദം ഇല്ല. അദ്ദേഹം കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് എന്നത് കൊണ്ട് മഹാരാഷ്ട്രയുടെ ചുമതല നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മോഹൻ പ്രകാശിന് ബീഹാറിന്റെ അടക്കമുള്ള ചുമതല നൽകിയിരിക്കുന്നു. അജയ് മാക്കൻ അദ്ദേഹം ട്രഷറർ സ്ഥാനത്ത് തുടരും. ജോയിന്റ് ട്രഷറർമാരായിട്ട് മിലന്ദ് ദിയോറയും വിജയ് ഇന്ദർ സിഗ്ലയും നിയമിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, സച്ചിൻ പൈലറ്റിനെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഛത്തീസ്ഗഡിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഈ പട്ടിക നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അടുത്ത 2024 കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ഒരു രൂപരേഖ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ലഭിക്കുന്ന വിധത്തിലാണ്. പൂർണ്ണമായിട്ടും ഒരു തലമുറ മാറ്റം എന്ന് നമുക്ക് പറയാവുന്ന വിധത്തിലുള്ള ഒരു ചിത്രമാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. താരിഖ് അൻവർ, കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, അദ്ദേഹത്തിന് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമായിരിക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ ഏറ്റവും ശരി. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മഹാരാഷ്ട്രയുടെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. ദീപാദാസ് മുൻഷിക്കായിരിക്കും കേരളത്തിന്റെ ചുമതല. അതുപോലെ ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ ഒഴിവാക്കിയിട്ടുണ്ട്. സച്ചിൻ പൈലറ്റിന് ഛത്തീസ്ഗഡിന്റെ ചുമതല നൽകുന്നു. അതുപോലെ താരിഖ് അൻവറിന് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമാവുകയും ചെയ്യുന്നു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.